അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാമക്ഷേത്രത്തിന്റെ 161 അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ച ധ്വജസ്തംഭത്തിലാണ് പ്രധാനമന്ത്രി പതാക ഉയർത്തിയത്. അയോധ്യയിൽ റോഡ് ഷോയായി എത്തിയ പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ ദർശനവും ആരതിയും നടത്തിയതിനു ശേഷമാണ് ധ്വജാരോഹണം നടത്തിയത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിന് മുകളിൽ പതാക സ്ഥാപിക്കുന്നത്. RSS മേധാവി മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരും പ്രധാനമന്ത്രിയെ രാമക്ഷേത്രത്തിൽ അനുഗമിച്ചു. വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, വാൽമീകി, അഹല്യ, ശബരി, ഗുഗൻ എന്നിവരെ പ്രതിനിധാനം ചെയ്യുന്ന സപ്തമന്ദിറിലും ശേഷാവതാർ മന്ദിർ, മാതാ അന്നപൂർണ്ണ മന്ദിർ എന്നിവിടങ്ങളിലും ദർശനം നടത്തിയതിനു ശേഷമാണ് രാമക്ഷേത്രത്തിലേക്ക് എത്തിയത്. ചടങ്ങിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഭീകരവാദ വിരുദ്ധ സേന, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, സൈബർ സുരക്ഷാ വിദഗ്ധർ ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് രാമക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി വിന്യസിച്ചിരുന്നത്. 10 അടി ഉയരവും 20 അടി നീളവും ത്രികോണാകൃതിയിലുമുള്ള കൊടിയിൽ ഓം, ഉദയസൂര്യൻ, രക്തമന്ദാര വൃക്ഷം എന്നീ ചിഹ്നങ്ങളാണ് പതിപ്പിച്ചിട്ടുള്ളത്. ആത്മാഭിമാനം, ഐക്യം, സാംസ്കാരിക തുടർച്ച എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ് പതാക. പാരച്യൂട്ട് നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് ഈ പതാകയും നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ കാലം നിലനിൽക്കുന്നതിനു വേണ്ടിയാണ് ഈ രീതിയിൽ പതാക നിർമ്മിച്ചത്. നൂറ്റാണ്ടുകളുടെ വേദനയ്ക്ക് വിരാമമായെന്നും മുറിവുകൾ ഉണങ്ങുകയാണെന്നും ഇന്ത്യ ഒരു ചരിത്രപരമായ ആത്മീയ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്നും ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ചതിനു ശേഷം നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അയോധ്യ നഗരം ഇന്ത്യയുടെ സാംസ്കാരിക ബോധത്തിന്റെ മറ്റൊരു ഉന്നതിക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും ഓരോ രാമഭക്തന്റെയും ഹൃദയത്തിൽ അതുല്യമായ സംതൃപ്തിയും അതിരുകളില്ലാത്ത കൃതജ്ഞതയും അളവറ്റതും അലൗകികവുമായ ആനന്ദവുമാണുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്ഷേത്രത്തിന് മുകളിൽ ഉയർത്തിയ ധർമ്മധ്വജം ഒരു കേവലമായ ചടങ്ങിലെ ചിഹ്നത്തേക്കാൾ ഉപരിയായി ഇന്ത്യയുടെ സാംസ്കാരിക ഉണർവിന്റെ പ്രഖ്യാപനം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ധർമ്മപതാക കേവലം ഒരു പതാകയല്ല, ഇത് ഭാരതീയ നാഗരികതയുടെ നവോത്ഥാനത്തിന്റെ പ്രതീകമാണ്. ഇതിന്റെ കുങ്കുമ നിറവും ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന സൂര്യവംശത്തിന്റെ പ്രശസ്തിയും ആലേഖനം ചെയ്ത ഓം എന്ന വാക്കും കൊത്തിയെടുത്ത മന്ദാരവൃക്ഷവും രാമരാജ്യത്തിന്റെ മഹത്വത്തെ പ്രതീകപ്പെടുത്തുന്നു. ജീവൻ പോയാലും വാക്കുമാറരുത്, അതായത് പറഞ്ഞതെന്തായാലും ചെയ്തിരിക്കണം എന്ന പ്രചോദനം ഈ ധർമ്മധ്വജം നൽകും. കർമ്മപ്രധാൻ വിശ്വരജി രാഖ എന്ന സന്ദേശം ഈ ധർമ്മധ്വജം നൽകും. അതായത് ലോകത്തിൽ കർമ്മത്തിനും കർത്തവ്യത്തിനുമാണ് പ്രാധാന്യം. സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണിവ. 2047 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നാം ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കണമെന്നും അടുത്ത 1000 വർഷത്തേക്ക് ഇന്ത്യയുടെ അടിത്തറ നാം ശക്തിപ്പെടുത്തണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വർത്തമാനകാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ ഭാവി തലമുറയോട് അനീതിയാണ് ചെയ്യുന്നതെന്നും നമ്മൾ ഇല്ലാതിരുന്നപ്പോഴും ഈ രാജ്യം നിലനിന്നിരുന്നുവെന്നും നമ്മൾ പോയാലും അത് നിലനിൽക്കുമെന്നും ഇന്ത്യ ഒരു ചൈതന്യമുള്ള സമൂഹമാണെന്നും വരും ദശകങ്ങളെയും നൂറ്റാണ്ടുകളെയും മനസ്സിൽ കണ്ടത് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.